ഹേയ് ഗായ്സ്, നമ്മൾക്ക് യദു ഇപ്പം തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈസ്റ്ററാണ്. ഈസ്റ്ററിൻ്റെ ഇൻട്രോ ഒന്നുമില്ല, ബട്ട് യദു വന്നപ്പോൾ നമുക്ക് മിറാക്കിൾ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചൊരു ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഞാൻ ഈ സാധനം മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സാധനം തിന്നു കഴിഞ്ഞിട്ട് മാങ്ങ തിന്നിട്ടുണ്ടോ? മിറാക്കിൾ ഫ്രൂട്ടും മാങ്ങയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇന്ന് കാലത്ത് തന്നെ ഞാനൊരു മാങ്ങേനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ഗോ. മാങ്ങ പൊട്ടിക്കാം. യെസ്, എവിടെ മാങ്ങ പൊട്ടിക്കുന്നു? കുഞ്ഞ മാങ്ങയാണ്. അയ്യോ, പുളിയുറുമ്പാ. പിടിക്ക്, ഇങ്ങനെ പിടിക്കണേ. പുളിയുറുമ്പ് നമുക്ക് പണിയൊന്നും ഗായ്സ്. എന്തോ അത് പുളിയുറുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു. മാങ്ങ എടുത്തിട്ട് നല്ലൊരു ചുമരി നോക്കി, യെസ്, ഉരച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാവും. കഴിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം ഇത് ഒരു കടി അടിക്കാം. അത്യാവശ്യം പുളിയുണ്ട്. അടിച്ച് നോക്കാം. ഓക്കെ, അപ്പുറത്തായിട്ട് കഴിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുളിയില്ലേ? പുളിയുണ്ട്, മധുരമുണ്ട്. അവൻ നേരത്തെ 2 കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇനി സാധനം തന്നെ ഇതാ. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് ഒരു 2 കുറയ്ക്കണ്ട. മിറാക്കിൾ ഫ്രൂട്ടിനും ചെറിയൊരു പുളി, അതായത് ഒരു പുളി കലർന്ന വേറെ എന്തോ ഒരു പുളി മധുരം പോലത്തെ ഒരു ടേസ്റ്റാണ് മിറാക്കിൾ ഫ്രൂട്ടിന്. ഇപ്പം മിറാക്കിൾ ഫ്രൂട്ട് ഈ ഒരവസ്ഥയിലായിരിക്കും. ഇനി മാങ്ങ കഴിച്ചാണ്ടല്ലോ, എന്നിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ഓൾറെഡി. ഓക്കെ, സോ ഞാൻ കടിക്കാൻ പോവാണ്. അയ്യോ കേട്ടു. അയ്യോ, പക്ഷേ പുളിയും മധുരവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. കിട്ടില്ല. അയ്യോ, ഇനി മാങ്ങ ആർക്കും കിട്ടില്ല. പൊളിച്ച കഴിച്ചോക്ക്. അപ്പുറത്തെ സൈഡ് കഴിച്ചോ. ഞാൻ വേണ്ട റിയാക്ഷൻ കാണാം. പൊളിച്ചില്ലേ? അപ്പം ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് വിത്ത് മാങ്ങ. ഇരുമ്പമ്പുളി ട്രൈ ചെയ്യണം എന്ന് ആൾക്കൊരാഗ്രഹം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഒരു ഇരുമ്പമ്പുളി നമ്മൾക്കിത് ഇവിടെ ഒരെണ്ണുണ്ട്. പഴുത്തായിരിക്കും. പച്ചാണോ? എന്നാ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ആ കളഞ്ഞേക്ക്. അപ്പോൾ ഇഷ്ടം പോലെ സംഭവമുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോണേ. അയ്യോ, ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് സംഭവം. നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ഹൈ ഗൈസ്, ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് എടുത്തിരിക്കുകയാണ്. ഹൈ ഗൈസ്, ഇനി നമ്മൾ ഈ ചെക്കന് എൻ്റെ ഹോം ജിം, വൈറലായിട്ടുള്ള ഹോം ജിമ്മാണ് നമ്മളിനി കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഹോം ജിമ്മ് അതിന് സംഭവം ഒന്നും സെറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒടുക്കത്തെ വെയിലാണ്, നട്ടുച്ച ആയതുകൊണ്ട്. ഹോം ജിമ്മ് കാര്യമായിട്ട് പണിതിട്ടൊന്നുമില്ല. വെറുതെ കുറച്ച് സ്ഥലം, അതിനെ ഹോം ജിമ്മെന്ന് ഞാൻ പറയുന്നു. ഒരെണ്ണം അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, അതുപോലെ അവിടെ തന്നെ ഉണ്ട്. അതെ, ഇതിൽ പുള്ളപ്പെടുക്കും. ഇതിലാണ് പുള്ളപ്പെടുക്കുക. അത് 7 കിലോ ആണെന്ന് തോന്നുന്നു. അത് വെച്ച് ഞാൻ ട്രൈസിന് അടിക്കാറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു മറ്റേ ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്കൊക്കെ നമ്മൾ കളഞ്ഞു. എടാ ഈ നോക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കി വെച്ച കട്ടയതൊക്കെ. ഏത് വേസ്റ്റ് ടാങ്ക് അല്ല, ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി.
ഒരു മിനിറ്റ്. ആ ഇങ്ങനെ ആള് പോയിരിക്കുകയാണ്, ദേ പോകുന്നു. സോ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ പരിപാടികൾ കഴിഞ്ഞു. ഒരുപക്ഷെ അടുത്ത വർഷം ഈസ്റ്ററിന് ഡ്രീമുകളെല്ലാം സാധ്യമാണെങ്കിൽ അടുത്ത വർഷം ഈസ്റ്റർ നമ്മൾ ഇതിലും അതിഗംഭീരമാക്കും. പിന്നെ ഐ മിസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഗൈസ്.